നമസ്കാരം. കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിത്രവിന്ദ. ഞാൻ ഇന്നൊരു കഥയുമായാണ് വന്നിട്ടുള്ളത്. ഗുരുവായൂരിന് എങ്ങനെയാണ് ഗുരുവായൂർ എന്ന പേര് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം. പണ്ട് ദ്വാരക മുങ്ങിപ്പോയ സമയത്ത് വസുദേവർ വെച്ചാരാധിച്ചിരുന്ന വിഗ്രഹം ഒഴുകി നടക്കുകയുണ്ടായി. അത് കണ്ട വായുദേവനും ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയും വിഗ്രഹം എടുക്കുകയും അത് പ്രതിഷ്ഠിക്കാൻ ഉചിതമായ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയും ഉണ്ടായി. ഇതിനിടയിൽ മനോഹരമായ ഒരു തടാകത്തിന്റെ തീരത്തായി മഹാദേവൻ ധ്യാനിക്കുന്നത് കണ്ടു. മഹാദേവന്റെ നിർദ്ദേശപ്രകാരം തൻ്റെ വാസസ്ഥലത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ചു കൊള്ളുവാൻ പറഞ്ഞു. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച ആ ദേശത്ത് ഗുരുവായൂർ എന്ന് പേര് ലഭിക്കുകയുണ്ടായി. മഹാദേവൻ കുറച്ച് വടക്കോട്ട് മാറിയിരുന്നു. തൻ്റെ വാസസ്ഥലം മറ്റൊരു ഈശ്വരനായി വിട്ടുകൊടുത്ത മഹാദേവന്റെ മഹിമ കണ്ട് ദേശവാസികൾ ആ ദേശത്തെ മഹിമയൂർ എന്ന് വിളിക്കും. മഹിമയൂർ ചുരുങ്ങിയാണ് മമ്മ്യൂർ ആയത്. ഇന്നും ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുന്ന ഭക്തജനങ്ങൾ മമ്മ്യൂർ അമ്പലത്തിലും കൂടി തൊഴണം എന്നാണ് വിശ്വാസം. അപ്പോൾ നിങ്ങൾ ഇനി വരുമ്പോൾ മമ്മ്യൂരപ്പനെയും കൂടി കണ്ടു തൊഴാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണേ. എന്നാലേ എനിക്ക് നാളെ വേറൊരു കഥയും കൊണ്ട് വരാൻ പറ്റുള്ളൂ. നന്ദി. സാൻസ്ക്രിറ്റിലെ ഗൃഹം എന്ന് പറഞ്ഞ വീടല്ല. അപ്പം പണ്ട് ദ്വാരക മുങ്ങിപ്പോയിരുന്ന സമയത്ത് വസുദേവർ വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹം എന്തായിരുന്നു? വെള്ളത്തിന് അല്ല, എനിക്ക് പേടിയാവണോ? അത് കഴിഞ്ഞിട്ടൊക്കെ ഇപ്പോഴായിരുന്നില്ല അമ്മ. അത് കണ്ടിട്ട് അല്ല, അവരതെടുത്തു. അവരെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു നടന്നു.